മനസ്സൊന്നാവട്ടെ. ഞാൻ ആരിഫ്, NSS വോളണ്ടിയർ ഓഫ് GCW, സന്നദ്ധ സേന മാസ്റ്റർ ട്രെയിനർ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സാമൂഹ്യ സന്നദ്ധ സേനയുടെ ഒരു വെബിനാറിന് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത് ഒരു വലിയ ഡിസാസ്റ്ററിൻ്റെ വക്കിലാണ്. ഇപ്പോൾ കൊറോണ കാലഘട്ടം. ഇതിനു മുന്നേ നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയത് ഒരു വലിയ ദുരന്തങ്ങൾ തന്നെയാണ്. 2018 നമ്മുടെ പ്രളയം. അതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെ കുറേയധികം ഒട്ടനവധി ഡിസാസ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഇതിനൊക്കെ അനുഭവം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നേരിട്ട് കാണാൻ സാധിച്ച അവസ്ഥകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. അതുപോലെ കുറേ ധീരന്മാർ നമ്മുടെ നാടിന് കൈത്താങ്ങായി എത്തിച്ചേർന്നവരുണ്ട്. മുക്കുവന്മാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും ജനങ്ങളായാലും നമ്മുടെ നാട്ടിൻ്റെ ഓരോ പ്രവർത്തനത്തിന് വേണ്ടി സഹായങ്ങൾക്ക് വേണ്ടി വന്നവരൊക്കെ നമ്മളിവിടെ കണ്ടു. കുറേ പേര് മരണത്തിന് ഇരയായവരും കുറേ റോഡുകൾ നശിച്ചത്, വീടുകൾ നശിച്ചതൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മളെ ഈ ഒരു സന്നദ്ധ സേനയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഡിസാസ്റ്റേഴ്സും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീം, അങ്ങനെയുള്ള എല്ലാ ടീമിനെയും ഏകീകൃതമാക്കിക്കൊണ്ട് അതിലൊരു വളണ്ടിയറായി പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ സന്നദ്ധ സേനയിലൂടെ ലഭിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇത്രയും വർഷം നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ പലതും ഏകീകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒന്നും എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു പ്രോഗ്രാം കേരള ഗവൺമെന്റ് നടത്തുന്നത്. ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ കേരളത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ എത്രയും ഫലപ്രദമായിട്ട് നമുക്ക് നേരിടാൻ കഴിയും. അതുപോലെ തന്നെ ഇനിയൊരു ഡിസാസ്റ്റർ വരാതെ സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു സന്നദ്ധ സേന നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സന്നദ്ധ സേനയുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇത് തുടങ്ങിയ സമയത്ത് 36,000 വളണ്ടിയർ വെച്ചാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ കൊറോണ കാലഘട്ടം ബിഫോർ ഏപ്രിലൊക്കെ 1.5 ലക്ഷത്തിന് താഴെയായിരുന്നു വളണ്ടിയർഷിപ്പ്. ഈ സന്നദ്ധ സേനയുടെ വളണ്ടിയർഷിപ്പ് 1.5 ലക്ഷത്തിന് താഴെയായിരുന്നു. കൊറോണയുടെ ടൈമിലാണ് നമ്മുടെ വളണ്ടിയർഷിപ്പ് കൂടിയത്. അബൌട്ട് 30K വളണ്ടിയേഴ്സ് രജിസ്ട്രേഷൻ ഒക്കെ പെർ ഡേ കൊറോണന്റെ ടൈമിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2.5 ലാഖിന്റെ അടുത്ത് വളണ്ടിയർഷിപ്പ് നമ്മുടെ സന്നദ്ധ സേനയിലുണ്ട്. പക്ഷേ അതിൽ NSSന്റെ വളണ്ടിയർഷിപ്പ് വളരെ കുറവായിരുന്ന ഒരു സാഹചര്യം കണ്ടപ്പോഴാണ് നമ്മുടെ NSS വളണ്ടിയേഴ്സിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ളൊരു നിയോഗം നമ്മുടെ കേരള ഗവൺമെന്റും KTUവും എല്ലാം തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വളണ്ടിയറാണ് മെയിൻ. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെതിരെയല്ല, അവർക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ സന്നദ്ധ സേന. ഇത് നമ്മളെ ഈ ടൈം ലൈൻ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ഫേസ്ഡ് എ ഹെവി ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ് വിച്ച് ഈസ് astonished the country in 2013. Kerala confronted with the drastic disaster by flood in 2018 and 19. Chennai witnessed the unprecedented heavy summer rainfall and heavy flood in 2015 and followed by drought in 2019. Assam and northeastern states such as Meghalaya faced a consecutive flood in 2019 and 20. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്തുണ്ടായ ഓരോ ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ നമുക്ക് മറക്കാൻ സാധിക്കില്ല 2018-2019 ഫ്ലഡ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചെന്നൈയിലുണ്ടായത് നമ്മൾ മറക്കില്ല. അതുപോലെ നമ്മളെ കേരളത്തിൽ over 10,000 people relocated from the banks of Periyar River and tributaries. പിന്നെ ഇത് നമ്മുടെ വയനാട് മേപ്പടിക്കടുത്തുള്ള പുതുമല വില്ലേജിലുണ്ടായ ലാൻഡ് സ്ലൈഡിന്റെ ഒരു ദൃശ്യമാണ്. ഇവിടെ ഉണ്ടായിരുന്ന വീടുകളും മറ്റൊക്കെ നശിച്ച ഒരവസ്ഥ നമുക്ക് ഈ ഉരുൾപൊട്ടലിലൂടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ലക്ഷ്യം, നമുക്ക് ധൈര്യം വേണം. ഏതൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ വളണ്ടിയർ അല്ലെങ്കിൽ ലീഡർ ആണെങ്കിൽ നമുക്കുള്ളൊരു ധൈര്യം വേണം. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കാൻ നമുക്ക് മനസ്സ് മാത്രം ഉണ്ടായി പോരാ, നമുക്ക് ആ ധൈര്യം വേണം. ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പിഞ്ചുമന കുട്ടിയെയും കൊണ്ട് ആ പാലം ക്രോസ് ചെയ്ത് നമ്മളെല്ലാവരും കണ്ടിരുന്ന ഒരു കാഴ്ചയാണ്, നമ്മൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ വെങ്കടേഷ്
നമ്മുടെ ആംബുലൻസിന് വഴി കാണിച്ചു കൊടുത്ത്, അതുപോലെ രഞ്ജിത്ത്, ഇവരെയൊന്നും പ്രവർത്തനങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞു പോയ ഫ്ലഡിൽ നമ്മളെ ബ്രേവറി കൊണ്ട്, അവരുടെ ധൈര്യം കൊണ്ട് നമുക്ക് തന്നെ ഒരു പ്രചോദനമായത് ഇവരാണ്. ഇത്തരത്തിലുള്ള പ്രചോദനമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തീരദേശ പ്രദേശങ്ങളിൽ നിന്നും മുക്കുവന്മാർ എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താകുമായിരുന്നു എന്ന് വരെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സും ഫയർഫോഴ്സ് ടീമും എല്ലാവരും വിചാരിച്ചിരുന്നു. കാരണം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അവർ വന്നു, സഹായിച്ചു. എല്ലാവിധ സഹായവും ബോട്ടും കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിലെ ഒറ്റപ്പെട്ടു പോയ എല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നത് മുക്കുവന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും നമുക്ക് മതിയാവില്ല. നമ്മുടെ രാജ്യത്തുള്ള ഡിസാസ്റ്റേഴ്സ് മെയിനായിട്ട് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെ കേരള സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റൽ എറോഷൻ, സ്ട്രോങ് വിൻഡ്, ലൈറ്റ്നിങ്, സോയിൽ പൈപ്പിംഗ്, ഇതൊക്കെ എപ്പോഴും നടക്കാൻ സാധ്യതയുള്ള ഒരു ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും മുൻകൂട്ടി തീരുമാനമെടുത്തിരിക്കണം, നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം, ഇതിനെതിരെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. പിന്നെ ഗവൺമെന്റ് അതോറിറ്റീസ് കുറേ ഉണ്ട്. നമ്മളെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, അതുപോലെ ഗവൺമെന്റ് അതോറിറ്റിയായ KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇവരാണ് നമുക്ക് ഡിസാസ്റ്റേഴ്സ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ തരുന്നത്. നമ്മുടെ കൊറോണ ടൈമിൽ 3 കേസ് വന്നപ്പോൾ തന്നെ കൊറോണ നമുക്ക് ഡിക്ലെയർ ചെയ്തു. കേരളം ഒരു കൊറോണ പ്രദേശമായി ഡിക്ലെയർ ചെയ്തു. അതുപോലെ ഓരോ ഡിക്ലറേഷനും നമുക്ക് KSDMA ആണ് തരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഫ്ലഡ് പ്രോൺ ഏരിയാസ് എവിടെയൊക്കെയാണെന്ന് നോക്കുമ്പോൾ, നമുക്ക് ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുഴയോര മേഖലയിലാണ് അധികം ഇത് അഫക്റ്റ് ചെയ്തത്. നമുക്ക് മാപ്പ് നോക്കാതെ തന്നെ നമ്മളെ വീടിന്റെ അടുത്തും നമുക്ക് അറിയും. കാരണം കേരളത്തിലെ ഒട്ടനവധി ജനങ്ങൾക്കും മറക്കാൻ സാധിക്കാത്ത ഒന്നായിരുന്നു ഫ്ലഡ്. ഇപ്പോൾ കഴിഞ്ഞ 2018-19 ഫ്ലഡ്. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ഏരിയാസിലും അതുപോലെ പുഴയോര മേഖലകളിലാണ് അധികം ഈ ഫ്ലഡ് പ്രോൺ ഏരിയ ആയി നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ലാൻഡ്സ്ലൈഡ് ഏരിയ അധികം മലയോര പ്രദേശങ്ങളിലാണ്. വയനാട്, അതുപോലെ ഇടുക്കി പ്രദേശങ്ങൾ, മലപ്പുറത്ത്, നിലമ്പൂർ ഭാഗത്ത് അവിടേക്ക് ഉരുൾപൊട്ടലുണ്ടായി ഒട്ടനവധി പേർ മരണത്തിന് കീഴടങ്ങിയത് നമുക്കറിയാം. അതുപോലെ കേരള സ്റ്റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട്ബ്രേക്ക് ആസ് എ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് ആഫ്റ്റർ 3 കൺഫേംഡ് കേസ് വന്നപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് കൊറോണ വൈറസിനെ ഡിക്ലെയർ ചെയ്തു. പിന്നെ നമ്മുടെ ലോകം എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാക്കുന്നത്? നമുക്ക് കുറേ അധികം പ്രചോദനമാവുന്നത് ലോകത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോ പ്രതിരോധം ഇതിനു വേണ്ടി നടത്തുന്നത് നോക്കാം. ജപ്പാൻ സിവിലിയൻ റെസ്ക്യൂ ഫോഴ്സ് ഈസ് എ പ്രൈം എക്സാമ്പിൾ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സലൻസ്. ജപ്പാനിലെ സിവിലിയൻ റെസ്ക്യൂ ഓഫീസേഴ്സ് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ബാക്കിയുള്ള വേറെ രാജ്യങ്ങളിൽ വരെ പോയിട്ട് അവരുടെ റെസ്ക്യൂ ബാക്കിയുള്ളവർക്കൊരു തണലായിട്ടുണ്ട്. അതുപോലെ റെഡ് ക്രോസ് ഓർഗനൈസേഷൻ സച്ച് ആസ് റെഡ് ക്രോസ്, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എക്സെട്ര ഹാസ് വേൾഡ് വൈഡ് ടീം ഫോർ ഡിസാസ്റ്റർ റെസ്പോൺസ്. അതുപോലെ യുണൈറ്റഡ് നേഷൻ പ്രൊവൈഡ് ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് ഫോർ മെമ്പർ നേഷൻ ഓഫ് അറ്റ് ടൈം ഓഫ് കലാമിറ്റീസ്. അപ്പോൾ നമ്മളും ഇതുപോലെ നമ്മുടെ സന്നദ്ധ സേനയെ വേൾഡ് വൈഡ് ആയിട്ട് ഇന്റർനാഷണൽ ആയിട്ട് വളർത്തിയെടുക്കണം. നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ സ്ഥാപിച്ച് ഇന്ത്യയിൽ വന്ന് അതുപോലെ വേൾഡ് വൈഡ് ആയിട്ട് ആർക്കു സഹായത്തിനും വേണ്ടി നമ്മൾ എത്തിച്ചേരാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അതാണ് നമ്മൾ സന്നദ്ധ സേനയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളെ വളണ്ടിയർഷിപ്പ്, സെർവൻ ലീഡർഷിപ്പ്, നമ്മൾ എപ്പോഴും നമുക്ക് എന്താ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആകും അത് നമ്മൾ തന്നെ ചെയ്ത് കാണിക്കണം, അല്ലാതെ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ല. നമ്മൾ ലീഡറാണെങ്കിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് ചെയ്തു കൊടുത്ത് കാണിക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളവർക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രചോദനമാകുമ്പോൾ അവർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കരക്ക് നിന്ന് ബാക്കിയുള്ളവരോട് വെള്ളത്തിൽ ചാടാൻ പറയുന്ന ഒരു രീതി നമ്മൾ മാറ്റണം. നമ്മൾ സെർവൻ ലീഡർഷിപ്പായി ഉൾക്കൊണ്ട് ബാക്കിയുള്ളവരെ കാണണം. ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യുവർ കൺട്രി. നമ്മുടെ രാജ്യം നമുക്ക് എന്ത് ചെയ്തതെന്നോ എന്ന് ചോദിക്കാതെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മളൊരു NSS വളണ്ടിയർ ആണ്. നമ്മളുടെ നോട്ട് ബി ബട്ട് യു എന്നാണ് നമ്മളെ മുദ്രാവാക്യം തന്നെ. അപ്പോൾ നമ്മൾ
മറ്റുള്ളവർക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ സ്വന്തമായിട്ട് ചോദിക്കുക. ഇനി സന്നദ്ധ സേനയെക്കുറിച്ചും സന്നദ്ധ സേനയുടെ രജിസ്ട്രേഷനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വേണ്ടി ഞാൻ എൻ്റെ കൊളീഗ് അഭിഷേക് ഷാജുവിനെ ക്ഷണിക്കുന്നു. ഹലോ, മനസ്സ് നന്നാവട്ടെ. ആരിഫ്, ഞാൻ ഓഡിബിൾ ആണോ? യെസ് അഭിഷേക്, പറഞ്ഞോളൂ. ഓക്കെ. സന്നദ്ധ സേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുവാനും സന്നദ്ധ സേനയിൽ നിങ്ങൾ ഓരോരുത്തരെ അംഗമാക്കുവാനുമാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. ഞങ്ങളുടെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മതിയായ അവബോധം നൽകിക്കൊണ്ട് നിങ്ങളെ ഒരു സേന സന്നദ്ധനായ ഒരു പൗരനാക്കി മാറ്റുക. അത് നിങ്ങളുടെ ആവശ്യം, രാജ്യത്തിന് ആവശ്യം വരുമ്പോഴൊക്കെ നിങ്ങളത് പ്രദാനം ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അവകാശങ്ങളും ഒന്ന് മൗലിക കർത്തവ്യങ്ങളുമാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് നിർബന്ധമാക്കിയിട്ടുള്ളതല്ല. മിക്ക രാജ്യങ്ങളിലും, പല രാജ്യങ്ങളിലും മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് ഒരു ശിക്ഷ പോലെ അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു സംവിധാനം നിലവിലില്ല. അങ്ങനെ മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് ഗീവ് യുവർ കൺട്രി യുവർ വർക്ക് മാനുവൽ ലേബർ വെൻ നീഡഡ് എന്ന് പറയുക. അതായത് രാജ്യം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ രാജ്യത്തിന് നിങ്ങളുടെ സേവനം നൽകാൻ തയ്യാറായിരിക്കണം. യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് 17 വയസ്സിന് മുകളിലേക്കുള്ള പൗരന്മാരെല്ലാം പട്ടാളത്തിൽ ചേരണമെന്ന് നിയമം വന്നു എന്ന് പല രാജ്യങ്ങളിലും പണ്ട് 2ാം ലോക മഹായുദ്ധകാലത്തൊക്കെ വന്നതായിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാജ്യത്തിന് നമ്മളെ തന്നെയാണ് സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്ര വലിയ ദുരന്തങ്ങളും എല്ലാം നമ്മെ സമീപിക്കുമ്പോൾ നമ്മൾ തീർത്തും ഉത്തരവാദിത്തപരമായി മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സാധ്യതയാണ് സാമൂഹ്യ സന്നദ്ധ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉള്ള രാജ്യം ലോകത്ത് ഇന്ത്യയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വർക്ക് ഫോഴ്സിനെ നാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്നത് നമ്മൾ ഒരുപാട് കാലം ചിന്തിച്ച കാര്യമാണ്. പക്ഷെ ആ ചിന്താഗതി എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിലയേറിയ ലേബർ, നമ്മുടെ മാൻ പവർ നമ്മൾ ചെറിയ വിലയ്ക്ക്, മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിലയ്ക്ക് മറ്റെവിടെയെങ്കിലും വിൽക്കുകയാണ് പതിവ്, അല്ലേ? പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ രാജ്യത്തിന് നമ്മളിലെ ഓരോരുത്തർക്കും ആവശ്യക്കാരന് സേവനം ചെയ്യാൻ ഓരോ NSS വോളണ്ടിയറും തയ്യാറായി ഈ സന്നദ്ധ സേനയിൽ ചേരുവാൻ ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ്. അതിനായി നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ച സാമൂഹ്യ സന്നദ്ധ സേനയിൽ ഓരോ NSS വോളണ്ടിയറും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ പ്രൊസീജിയറുകളെ കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ സേനയുടെ ഘടനയെ കുറിച്ച് ഒന്ന് നോക്കാം. ആരിഫ്, ഞാൻ പ്രസന്റ് ചെയ്യണോ അതോ ആരിഫ് സ്ലൈഡ് മാറ്റുമോ? ഹലോ ആരിഫ്. ഓക്കെ, നിങ്ങൾ പ്രസന്റ് ചെയ്തോളൂ, ഞാൻ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അല്ല ആരിഫ്, ഓക്കെ. സിവിൽ ഡിഫൻസ് സംവിധാനത്തിൽ ചേരുവാനും സുദീർഘമായ പരിശീലനമോ സമയമോ സാധ്യതയില്ലാതെ വിദേശവാസികളായ സുമനസ്കരായ മലയാളികളാണ് സാമൂഹ്യ സന്നദ്ധ സേനയിൽ ഉൾപ്പെടുത്തുക. നമുക്ക് നമ്മുടെ വിദേശത്തുള്ളവർക്കും സ്വദേശത്തുള്ളവർക്കും സാമൂഹ്യ സന്നദ്ധയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. കേരളത്തിൽ ശരാശരി 100 വ്യക്തികൾക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ സന്നദ്ധ സേന ഉണ്ടാക്കണം. 100 പേരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ നമുക്ക് 3 കോടി എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിലും ഇപ്പോൾ ഏകദേശം നമ്മുടെ 2021 സെൻസസ് വരുന്നേ ഉള്ളൂ. എങ്കിലും നമുക്ക് അറിയുന്നതനുസരിച്ച് ഏകദേശം 3.5 കോടിയാണ് കേരളത്തിന്റെ ജനസംഖ്യ. ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ 100 പേരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ 1% എന്ന് പറയുമ്പോൾ 3.5 ലക്ഷത്തോളം വരും. അത്രത്തോളം ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ 2.5 ലക്ഷത്തോളം ഇപ്പോൾ ആയിട്ടുണ്ടെന്ന് ആരിഫ് പറഞ്ഞു. ആ 2.5 ലക്ഷത്തിന്റെ ബാക്കി ഘടകങ്ങൾ, അത് 2.5 ലക്ഷത്തോളം എന്ന് പറയുന്നത് സജീവമായി സന്നദ്ധ പ്രവർത്തനത്തിൽ നിൽക്കുന്നവരോ NGO പ്രവർത്തകരോ ആയവരായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കൾ, സേവന സന്നദ്ധരായ യുവാക്കളുടെ ഒരു സംഘം എല്ലാ നാട്ടിലും വേണം. അതിൽ തന്നെ
NSSന്റെയോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയോ ഒക്കെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം NSSന്റെ പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഓരോ നാട്ടിലും അവരൊരു സാമൂഹ്യ സന്നദ്ധ സേനയിൽ അംഗമായി എപ്പോഴും സേവന സന്നദ്ധരായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സേവനം നൽകാൻ സംസ്ഥാന അല്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ നിങ്ങളെ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ സേവനം നൽകാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരം. അതാണ് സന്നദ്ധ സേന ഉദ്ദേശിക്കുന്നത്. ഇത് സന്നദ്ധ സേനയുടെ സന്നദ്ധ സേന രൂപീകരിച്ചുകൊണ്ട് കേരള സർക്കാർ ഇറക്കിയ ഉത്തരവാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടെ ആവർത്തിച്ചുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ കേരളത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഓഖി ചുഴലിക്കാറ്റ്, 2018 മഹാപ്രളയം, 19 പേമാരി, ഇതെല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഏത് രംഗത്തുള്ള ആൾക്കാരെയും അവരുടെ സേവനങ്ങൾ ദുരന്ത നിവാരണത്തിന് പ്രയോഗിക്കണമെന്നും ദുരന്ത നിവാരണത്തിന് എല്ലാ മേഖലയിലുള്ളവരുടെയും സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണമെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഡ്രൈവർ ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു IT ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഒരു സാധാരണ വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു ചുമട്ടുതൊഴിലാളി ആയിക്കോട്ടെ, ഒരു സാധാരണ ടീച്ചറോ ഗായികയോ ആയിക്കോട്ടെ, ഒരു സാധാരണ കുട്ടികളായിക്കോട്ടെ, എത്ര ചെറിയ ജോലികളും ഒരു സാമൂഹ്യ സന്നദ്ധ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ കർഷകന്മാർ പോലും എത്രയോ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പ്രളയം കഴിഞ്ഞ അവരുടെ പാടത്തും വയലിലുമുള്ള എത്രയോ പ്രവർത്തനങ്ങൾ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം എത്രയോ മൊബൈൽ ആപ്ലിക്കേഷനുകളും കൺട്രോൾ റൂമുകളും മറ്റ് ടെക്നോളജി സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം സിസ്റ്റമാറ്റിക്കും ടെക്നോളജിക്കലുമായിട്ട് നമുക്കൊരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാനത്തൊരു സന്നദ്ധ സേന വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാണ് നമ്മൾ കാണുന്നത്. ഘടന ഞാൻ പറഞ്ഞ പോലെ തന്നെ 100-ൽ ഒരാൾ സന്നദ്ധ സേവന പ്രവർത്തകനായിരിക്കണം. 16-നും 65-നും ഇടയ്ക്കായിരിക്കണം പ്രായം. സാമൂഹ്യ സന്നദ്ധ സേനയ്ക്ക് ഒരു സംസ്ഥാനതല ഡയറക്ടറേറ്റും അഗ്നിരക്ഷാ സേന, പോലീസ് വകുപ്പ്, സംസ്ഥാന ദുരന്ത പരിപാലന അതോറിറ്റി, റവന്യൂ വകുപ്പ്, പരിപാലന അതോറിറ്റിയുടെ ഭരണ ചുമതല വകുപ്പ് എന്ന നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, NCC, NSS എന്നിവയുടെ സംസ്ഥാന ഘടകങ്ങൾ, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, അതുപോലെയുള്ള മറ്റ് NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, സംസ്ഥാനത്തിലെ കരസേന, നാവികസേന, വ്യോമസേന വിഭാഗങ്ങളുടെ തലവർ എന്നിവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ സംസ്ഥാനതല ഡയറക്ടറേറ്റ് ആയിട്ടുണ്ടാവുക. അതല്ലാണ്ട് വേറെ സ്റ്റിയറിംഗ് കമ്മിറ്റികൾ വരുന്നുണ്ട്. അതായത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള, പെട്ടെന്നുണ്ടാവുന്ന സാഹചര്യങ്ങൾ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. ജില്ലാതലത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോർപ്പറേഷൻ മേയറും ഉൾപ്പെടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഉണ്ടാവുക. സംസ്ഥാന ഡയറക്ടറേറ്റിൽ ഒരു ഡയറക്ടർക്ക് പുറമെ 5 സഹായക ജീവനക്കാരും ഉണ്ടാകും. പിന്നെ പോലീസ് മേധാവി, അഗ്നിരക്ഷാ സേനയുടെ മേധാവി, വകുപ്പ് പ്രിൻസിപ്പൽ തുടങ്ങിയവരുണ്ടാവും. ഈ ഡയറക്ടറേറ്റിന്റെ ഭരണ ചുമതല പൊതുഭരണ വകുപ്പിനായിരിക്കും. അതിന് ഡയറക്ടറുമായി ചുമതല കുറഞ്ഞത് 8 വർഷമെങ്കിലും ഫീൽഡ് പരിചയമുള്ള 2018-ലെയും 2019-ലെയും ദുരന്തകാലത്ത് ജില്ലാ കളക്ടർ എന്ന നിലയ്ക്ക് അനുഭവ പരിചയമുള്ള ഒരു ഓൾ ഇന്ത്യ സർവീസ് IAS ഉദ്യോഗസ്ഥനായിരിക്കും. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു, നമ്മളെ സൈറ്റിൽ പറയുന്ന അനുസരിച്ച് അത് ഒരു അമീൻ സേനയാണ് ഇപ്പോൾ മറ്റേ സന്നദ്ധ സേനയുടെ ഡയറക്ടർ എന്നാണ് എൻ്റെ നിഗമനം. പദ്ധതിയുടെ ഘടകങ്ങൾ പറയുന്നതനുസരിച്ച് സാമൂഹ്യ സന്നദ്ധ സേന സ്കീം എന്നായിരിക്കും സ്കീം അറിയപ്പെടുക. അത് സത്യത്തില് ഒരു സ്കീമാണ്. അത് സർക്കാരിന്റെ കീഴിൽ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഇതും സാമൂഹ്യ സന്നദ്ധ സേന സ്കീമായിട്ട് തന്നെയാണ് വരിക. എന്തെങ്കിലും കാര്യങ്ങളും സേവനവും സന്നദ്ധതയും അതിന്റെ ട്രെയിനിങ് എല്ലാം ആ സ്കീമിന്റെ കീഴിലായിരിക്കും സർക്കാർ നിയന്ത്രിക്കുക. ഇതിലെ സേവനപൂർണമായ സന്നദ്ധ സേവന അടിസ്ഥാനത്തിലും ഒരു വിധത്തിലും പ്രതിഫലം ഇതിനുണ്ടാവുകയില്ല. കംപ്ലീറ്റ് വോളണ്ടിയർഷിപ്പ് ആയിരിക്കും, സന്നദ്ധ പ്രവർത്തനമായിരിക്കും. ഇതിന് പ്രതിഫലമായിട്ട് ഒരാൾക്കും ഒന്നും ലഭിക്കുകയില്ല എന്ന് അതിന്റെ ഡിക്ലറേഷനിൽ തന്നെ സർക്കാർ പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. രക്ഷാപ്രവർത്തനത്തിനും സമാശ്വാസ പ്രവർത്തനങ്ങൾക്കും ചെലവുകൾ സർക്കാർ വഹിക്കും. അതിന് നിങ്ങൾക്കുണ്ടാവുന്ന തീയ അലവൻസ്, അതായത് നിങ്ങൾക്ക് പോകേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മൂവ്മെന്റിന് വേണ്ട സഹായങ്ങളും അതിനുള്ള ഒരു സഹായമൊക്കെ സർക്കാർ തരുന്നതായിരിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സേവനത്തിന് പ്രത്യേക സാക്ഷ്യപത്രം, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് വളരെ കാര്യങ്ങൾ ഉപയോഗപ്പെടും. സർക്കാർ പ്രവർത്തനങ്ങൾക്കും സർക്കാർ ജോലിക്ക് ചിലപ്പോൾ കൺസിഡർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, പക്ഷെ അത് വ്യക്തമാക്കിയിട്ടില്ല. സാമൂഹ്യ സന്നദ്ധ സേനകൾ ആഗ്രഹിക്കുന്നവർ കേരള സംസ്ഥാന ദുരന്ത പരിപാലന അതോറിറ്റി ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. KSDMAക്ക് ഒരു രജിസ്ട്രേഷൻ സൈറ്റ് ഉണ്ട്.
www.sannadhasena.kerala.org എന്നാണെന്ന് തോന്നുന്നു. നമുക്ക് ആ സൈറ്റിൽ നമ്മുടെ രജിസ്ട്രേഷനും ഇതോടൊപ്പം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറായിരിക്കുക കേട്ടോ. സംസ്ഥാനത്ത് ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രവർത്തനം സന്നദ്ധസേനയെ വാർത്തെടുക്കാൻ ആദ്യം പൊതുജനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. മൊബൈൽ ആപ്പിലൂടെ ഇവർക്ക് പരിശീലനം നൽകി പോലീസ്, വനം വകുപ്പ്, അഗ്നിശമനസേന, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് 700 പ്രധാന പരിശീലകർ ഇനിയുള്ള ദിവസങ്ങളിൽ സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിഭാഗം ജില്ലാ കളക്ടർമാരായി ഓരോ ജില്ലയിലും തൽസ്ഥിതികൾ സംവദിക്കും. അങ്ങനെ നമ്മുടെ ജില്ലയിൽ അതിനുള്ള ഒരു ഗവൺമെന്റൽ ഓർഗനൈസേഷൻ സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബ്യൂറോക്രസിയിലുണ്ട്. പക്ഷെ ബ്യൂറോക്രസിയുടെ അപ്പുറത്തേക്ക്, ബ്യൂറോക്രസിക്ക് കൈകാര്യം ചെയ്യുന്നതിലും അധികമായി അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഏത് പ്രവർത്തനങ്ങൾക്കും സയന്റിഫിക് ആയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സിവിലിയൻ ഫോഴ്സിനെ രൂപീകരിക്കണമെന്ന് സർക്കാർ വിചാരിക്കുന്നത്. സിവിലിയൻ ഫോഴ്സ് രൂപീകരിക്കണമെന്ന് വിചാരിക്കുന്നതിന് കാരണം അതിന്റെ ആവശ്യം തെളിയിക്കപ്പെട്ടതുകൊണ്ടാണ്. മത്സ്യത്തൊഴിലാളികളും മറ്റും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതും അവരുടെ അതിസാഹസികവും അടിയന്തര ഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനം വിപുലവും വളരെ വലിയ പ്രവർത്തനമായി അംഗീകരിക്കപ്പെട്ടതും കൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടന്നത്. കൊറോണ കാലത്തെ സന്നദ്ധ സേവനം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൊറോണ കാലത്ത് ജാഗ്രതയും അതോടൊപ്പം സേവനവുമാണ്. അപ്പൊ ജാഗ്രതയിൽ കുറവ് വരുത്താൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കൊറോണയുടെ സേവന സന്നദ്ധരായ ഒരുപാട് NSS പല സംഘടനകളുടെയും വോളണ്ടിയേഴ്സ് പലയിടത്തായി PP കിറ്റ് ഒക്കെ ഇട്ട് ടെസ്റ്റിങ്ങിനും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നുണ്ട്. ക്വാറന്റൈൻ സെന്റേഴ്സിൽ ഒരുപാട് പേർ അറ്റൻഡേഴ്സ് ആയിട്ടും അവിടെ ക്ലീനിങ്ങിനായിട്ടൊക്കെ ഒരുപാട് യുവതി യുവാക്കളൊക്കെ സേവനം അനുഷ്ഠിച്ചതായിട്ട് നമുക്കറിയാം. അതുപോലെ ഉള്ള സേവന പ്രവർത്തനങ്ങൾക്കും നിങ്ങളെ തൽപരരാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം സർക്കാരിന് ഉപകരിക്കാൻ ഈ സന്നദ്ധ സേന വഴി സാധ്യമാകും. എന്നാൽ അതൊരു അടിയന്തരമായി ഉണ്ടാവുകയില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മളെ വിളിക്കോ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് വന്നിട്ടില്ല എങ്കിലും അടിയന്തരമായി നിങ്ങളെ ബന്ധപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷെ നിങ്ങളെ ഒരു ചെറിയ ട്രെയിനിങ് തന്ന് നിങ്ങളെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് നിങ്ങൾ ഈ സേവന സന്നദ്ധരായ നിങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാനാണ് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ sannadhasena.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് തന്നെയാണ്. അതിൽ സന്നദ്ധസേനയുടെ രജിസ്ട്രേഷന് ഒരു വട്ടം ചെയ്തവര് പിന്നെയും ചെയ്യണമെന്നില്ല. നമ്മുടെ മൊബൈൽ നമ്പറാണ് അതിനെ നമ്മളൊരു ID നമ്പറായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ പോലെ നമ്മൾ നൽകുന്നത്. മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ എല്ലാം ചെയ്യുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തനമുള്ള പ്രായപരിധി 20-40 വയസ്സിനും ഇടയിൽ മാത്രമായിരിക്കും. അതായത് 65 വയസ്സ് പ്രായം കൂടുതലുള്ളവരെ കോവിഡിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറല്ല. പിന്നെ ഇത് രജിസ്ട്രേഷനിലെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് താങ്കളുടെ ഒരു ഫോട്ടോയും ID കാർഡിന്റെ 1 MB താഴെയുള്ള ഇമേജ് ഫയലും ആയിരിക്കും. ഫോട്ടോയും ID കാർഡും രണ്ടും 1 MB താഴെ ആയിരിക്കും. നിങ്ങൾ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ നമുക്ക് രജിസ്ട്രേഷൻ പ്രൊസീജിയറിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സമയം കൊണ്ട് ഫോട്ടോയും ഒരു ID കാർഡിന്റെ ഫോട്ടോയും രണ്ടും കൂടെ 1 MB താഴെ ആക്കി വെക്കുക. അതൊരു കംപ്രസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിൽ സാധാരണ സെൻഡ് ചെയ്ത് നോക്കിയോ അതിന്റെ ഫയൽ സൈസ് കുറച്ച് വെക്കുക. ഇതാണ് നിങ്ങൾ രജിസ്ട്രേഷന് അപേക്ഷിച്ചാൽ വരുന്ന ആദ്യത്തെ ഭാഗം. ഇതിൽ നിങ്ങളുടെ പേര് എഴുതുക, പേരിന്റെ അവസാന ഭാഗം, ജനനത്തീയതി, അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് വിടുക. അതിൽ നിങ്ങളുടെ പിൻകോഡും തദ്ദേശ സ്വയംഭരണ സംവിധാനം ഏതാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ആശ്രയിച്ചായതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഒരു ഉപേക്ഷ വിചാരിക്കരുത്. അത് കൃത്യമായി തന്നെ പൂർത്തീകരിക്കുക. മറ്റ് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ ചോദിക്കുന്നിടത്ത് അത് പൂർത്തീകരിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഭാഷകൾ, അടിയന്തര ഘട്ടങ്ങളിൽ സന്നദ്ധ പ്രവർത്തനമുള്ള ആരോഗ്യശേഷിയുണ്ടോ? ആരോഗ്യശേഷി ഒരു മാനദണ്ഡമായി കണക്കാക്കേണ്ടതുണ്ട്. കാരണം അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ
എത്രത്തോളം ആക്റ്റീവായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും നമുക്കൊരു റെസ്ക്യൂ പവർ ഉണ്ടോ എന്നുള്ളതും ഒരു ഫാക്ടർ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ നിങ്ങളെ അത് അപകടങ്ങളിലേക്ക് നയിക്കും. അപ്പൊ ആരോഗ്യസ്ഥിതി യുവാക്കൾക്ക് നല്ല ആരോഗ്യശേഷി ഉണ്ടാവുമല്ലോ. അത് യുവാക്കളെ ഉദ്ദേശിച്ചല്ല, മറ്റുള്ളവരെ ഉദ്ദേശിച്ച് ആരോഗ്യ ശേഷി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പൂരിപ്പിക്കുക ആദ്യഘട്ടങ്ങളിലെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം. അതിനുശേഷം കോവിഡുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തന മേഖല, അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ളതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തുക. ഭക്ഷണം, ആവശ്യ സാധനങ്ങൾ വേണ്ടവരെ കണ്ടെത്തുന്നത് വരെ ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഭക്ഷണം ലഭിക്കാതെ ഉള്ളവരുണ്ടോ, നിങ്ങളുടെ സ്ഥിരമായി കാണുന്ന ആരെങ്കിലും യാതനകൾ അനുഭവിക്കുന്നുള്ളവരുണ്ടോ എന്ന് ഇതുവരെ അവരെ സർക്കാർ സംവിധാനങ്ങളൊന്നും കണക്കിലെടുത്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾക്ക്, അതിപ്പോ സന്നദ്ധസേനയിൽ അംഗമാകണമെന്ന് കൂടിയില്ല, നിങ്ങൾക്ക് അത് സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കാം. തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ സംഭരണത്തിനുള്ള സഹായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമോ? അതായത് ഭക്ഷ്യവസ്തുക്കളെല്ലാം സംഭരണം ചെയ്യാനും ഒരു അടിയന്തര ഘട്ടത്തിലേക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ സാധാരണ കോൾ സെന്ററുകളുടെ പ്രവർത്തനം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എളുപ്പമുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സമയം മാത്രം ചെലവിടുന്ന കാര്യങ്ങൾ വരെയുണ്ട്. അതിനൊക്കെ നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ മനസ്സുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് അതിൽ നിങ്ങളുടെ ഓക്കെ കൊടുക്കുക. നിങ്ങൾ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്നതിനെല്ലാം ടിക്ക് കൊടുക്കുക. അങ്ങനെ നമുക്ക് മൺസൂൺ കാലഘട്ടങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ദുരിതാശ്വാസ സഹായം എത്തിക്കുക, അത് ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് കൂടുതൽ ഫലപ്രദമായ ഒരു കാര്യമാണ്. അവരുടെ വാഹനം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത്. കൺട്രോൾ റൂമുകൾ പ്രവർത്തനം നടത്തുക, രക്ഷാപ്രവർത്തന സഹായം, ക്യാമ്പുകൾ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള സഹായം. ഇത്തരം സഹായങ്ങളൊക്കെ ചെയ്യാൻ ശേഷിയുള്ളവരാണോ നിങ്ങൾ? പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാവുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കോൾ സെന്ററിന്റെ പ്രവർത്തനമൊക്കെ പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പിന്നെ നാട്ടിലുള്ളവരെ മുന്നറിയിപ്പ് നൽകാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതായത് നിങ്ങൾക്ക് അതിനുള്ള വാഹന സൗകര്യങ്ങളോ നിങ്ങൾ യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും ചെയ്യാം. അല്ലെങ്കിൽ ആശുപത്രികളിൽ സഹായിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് മറ്റുള്ളവർക്ക് ഒരു ദുരന്തം വരികയാണെങ്കിൽ ആശുപത്രിയിൽ അറ്റൻഡറായോ മറ്റോ സഹായം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ഇവിടെ സൂചിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ഏതാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. അത് ആധാർ കാർഡോ ഇലക്ഷൻ ID കാർഡോ കൊടുക്കാമെന്നാണ് എൻ്റെ ധാരണ. അതിനോടൊപ്പം തന്നെ തിരിച്ചറിയൽ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരിച്ചറിയൽ കാർഡ് ഏതാണോ ആ കാർഡിന്റെ നമ്പർ, അതിനുശേഷം അതിന്റെ 1 MB താഴെയുള്ള ഇമേജ് JPG ഫോർമാറ്റിലുള്ള ഫയൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അത് 1 MB താഴെയായിരിക്കണം. പിന്നെ താങ്കൾ മുകളിൽ നൽകിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്നും പൂർണ്ണ അനുഭവോട് കൂടി ഉള്ളതാണെന്നും പറഞ്ഞ് ഇതങ്ങ് പൂർത്തീകരിച്ചേക്കുക. അപ്പോൾ സാമൂഹ്യ സന്നദ്ധ കേരളത്തിലേക്ക് നിങ്ങൾ വിജയകരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു അറിയിപ്പ് വരും. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങൾ ഉടനെ വന്ന് ആ പോർട്ടലിൽ നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിൽ ചേഞ്ച് പാസ്വേഡ് ഉണ്ടാവും. ആ പോർട്ടലിലെ നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് OTP ആയിട്ടായിരിക്കും പാസ്വേഡ് വന്നിട്ടുണ്ടാവുക. ആ പാസ്വേഡ് മാറ്റി നിങ്ങൾക്ക് ദൃഢമായൊരു പാസ്വേഡ് നൽകാനുള്ള ഓപ്ഷനാണത്. അത് പാസ്വേഡ് അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുക. അതിനുശേഷമാണ് നമ്മളുടെ ഒരു പേജിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് സാമൂഹ്യ സന്നദ്ധ സേനയിൽ കിടക്കുന്നത്. അവിടെ നമുക്ക് അതിന്റെ ഹോം പേജിൽ തന്നെ ഇത്തരം വിവരങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എടുത്ത ട്രെയിനിങ്ങുകളെല്ലാം വളരെ സിമ്പിളാണ്. വീഡിയോയിലൂടെയാണ് അവര് ഓരോ കാര്യങ്ങളും ഓരോ ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത് ആ ടൈമിൽ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നൽകിയിട്ടുണ്ടാവുക. അതാണ് അപ്കമിങ് ലൈവ് ഇവന്റ്സ് എന്ന ടാബിൽ നിങ്ങൾ കാണുക.
അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി വരാനുള്ള ലൈവ് ഇവന്റ്സ് ഏതൊക്കെയാണ് എന്ന് കാണിക്കും. അപ്പോൾ ഇനി വരാനുള്ള ഒരു ലൈവ് ഇവന്റ്, അതായത് പ്രീ മൺസൂൺ ട്രെയിനിങ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രീ മൺസൂൺ ട്രെയിനിങ് നിങ്ങൾക്ക് സമയം യോഗ്യമായ ഒരു സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് അത് കൺഫേം ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ അത് ആ ടൈമില് ഏതാനും സമയം മുമ്പ് നിങ്ങൾക്ക് ഒരു മെസ്സേജ്, ഫോണിൽ ഒരു മെസ്സേജ് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ സാമൂഹ്യ സേനയുടെ സൈറ്റിൽ വന്ന് ലോഗിൻ ചെയ്തോ നിങ്ങൾക്ക് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ബഫറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളൊക്കെ അത് പൂർത്തീകരിച്ചപ്പോൾ വളരെയേറെ ബഫറിങ്ങും വീഡിയോസ് എല്ലാം കട്ടാവുന്നുണ്ടായിരുന്നു. പക്ഷെ ദയവ് ചെയ്ത് അത് ക്യാൻസൽ ചെയ്യരുത്, അതിൽ തന്നെ തുടരുക. അതിൽ തുടർന്നുകൊണ്ട് ബഫറിങ് ഉണ്ടെങ്കിലും ആ സമയപരിധി പൂർത്തിയാക്കുക. ചിലപ്പോൾ അത് നിങ്ങളെ ക്ഷമ പരീക്ഷിച്ചേക്കാം, ഒരുപക്ഷെ ഒരുപാട് നേരം അത് ബഫറിങ് ആയേക്കാം. അത് പക്ഷെ ഞങ്ങളുടെ സമയത്ത് മാത്രം ഉണ്ടായിരുന്ന കുഴപ്പമാണോ എന്നറിയില്ല. പക്ഷെ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ താങ്ക് യു എന്ന് പറയുന്ന ഒരു പോർഷൻ, ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ അതിൽ തുടർന്നുകൊണ്ട് പോയി അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ പ്രീവിയസ് ലൈവ് ഇവന്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ പോവുക. ഈ പ്രീവിയസ് ലൈവ് ഇവന്റ്സിൽ നിങ്ങൾ അപ്പോൾ ചെല്ലുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത കോഴ്സ് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഉടനടി അത് അതിൽ അപ്പിയർ ആവില്ല. അതിന് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറിന്റെ താമസം എടുത്തേക്കാം. അങ്ങനെ അവിടെ ഇത്ര സമയം വരെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ലൈവ് ഇവന്റ്സിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ സാമൂഹ്യ സേനയുടെ പ്രീ മൺസൂൺ ട്രെയിനിങ് കൈപ്പറ്റി എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം, സർട്ടിഫിക്കറ്റിന് അർഹരാണ്. ആ സാക്ഷ്യപത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സന്നദ്ധ സേനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനൊക്കെ ഉപകാരപ്പെടും. സന്നദ്ധ സേനയ്ക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് സന്നദ്ധ സേന എന്ന് തന്നെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് എൻ്റെ അതിന്റെ ഐക്കണാണ് നമ്മൾ കാണുന്നത്. ഇത് ആരിഫ് പറഞ്ഞ പോലെ ഇതൊരു ഏകീകൃത ദൗത്യമാണ്. കേരളത്തിന്റെ വിവിധ സർക്കാരിന്റെ വിവിധ മിഷനറീസ് NDRFന്റെ നേരിട്ടുള്ള പ്രവർത്തനമല്ല എങ്കിലും സർക്കാർ വഴി NDRFന്റെയും മറ്റും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ സിവിലിയൻസിനും അവരുമായിട്ട് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡിസാസ്റ്റർ റെസ്ക്യൂവും അതിനുശേഷമുള്ള പുനരധിവാസവും എല്ലാം സയന്റിഫിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യാനും ഇത് സഹായിക്കും. ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാല് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതിൽ വ്യത്യസ്തമായൊരു ഫോണ്ടേജിൽ അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും പുതിയ ലൈവ് ഇവന്റ്സിനെ കുറിച്ചും പുതിയ ട്രെയിനിങ്ങുകളെ കുറിച്ചും എല്ലാം അറിയാൻ സാധിക്കും. ഇതിൽ പ്രീ മൺസൂൺ ട്രെയിനിങ് ആണ് നിങ്ങൾ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ COVID-19 പ്രതിരോധത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അതിലുണ്ട്. ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആവുന്നിടത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതാണ്. സന്നദ്ധ സേനയുടെ ഒരു ID കാർഡ് ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഒരു വോളണ്ടിയാരിറ്റിയും മറ്റും തിരിച്ചറിയാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അത് ഒരു ഐഡന്റിഫിക്കേഷൻ മാർഗമായിട്ട് ഒരു ID കാർഡ് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ എല്ലാം ആശ്വാസത്തിന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഉറപ്പ് എന്ന രീതിയിൽ സന്നദ്ധ സേനയിലെ പ്രവർത്തനങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പറഞ്ഞു കേട്ടിടത്തോളം ഇതില് ഒരേ നമ്പറിൽ അവസാനിക്കുന്ന അങ്ങനെ അവസാനത്തെ നമ്പറുകളിൽ മാത്രം വ്യത്യാസമുള്ള ചില ഫോൺ നമ്പറുകളും ഇഷ്യൂ ചെയ്യാൻ സന്നദ്ധ സേനയിലെ പ്രവർത്തകർക്ക്, അതായത് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാവുമെന്നോ എത്ര പേർക്ക് ലഭിക്കുമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഇത് സന്നദ്ധ സേനയുടെ സോഷ്യൽ ടാഗുകളാണ്. സന്നദ്ധ സേനയുടെ സൈറ്റിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം വിശദമായ അപ്ഡേറ്റുകളും സർക്കുലറുകളും എല്ലാം പബ്ലിഷ് ആവുക. സന്നദ്ധ സേനയുടെ പോസ്റ്ററുകളും പ്രധാന പ്രവർത്തനങ്ങളും അതിന്റെ ജോയിനിങ് ക്യാമ്പയിനും ആൾക്കാരെ ചേർക്കാനുള്ള ക്യാമ്പയിനുകളുടെ എല്ലാം വിവരങ്ങൾ ഫേസ്ബുക്ക്, ടെലഗ്രാം ചാനൽ വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ട്വിറ്റർ വഴിയും എല്ലാം അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
ബൈ പ്രിപ്പയറിംഗ് ടു ഫെയിലിംഗ് ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയറിംഗ് ടു ഫെയിൽ എന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിപ്പോ നിങ്ങൾ ഈ കാണുന്ന ദുരന്തം ഏതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഓർമ്മ വന്നേക്കാം. ഇത് ലെബനനിൽ ഉണ്ടായ സ്ഫോടനമാണ്. ലെബനനിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ അത് ഒരു അപ്രതീക്ഷിത ദുരന്തമായിരുന്നു. അത് തീർത്തും ശരിയാണ്. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, 100 ചില്ലാനം പേരോളം ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ഒരു വലിയ പ്രദേശത്തിന് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് തന്നെ ഡാമേജ് സംഭവിക്കുകയും ചെയ്ത ആ സ്ഫോടനം. പക്ഷെ ആ സ്ഫോടനത്തിന്റെ വ്യാപ്തി കൂട്ടിയത് അതിന്റെ പുനരധിവാസത്തിലെ അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിലെ അപാകതകളായിരുന്നു. എമ്പാടുമുള്ളവർ ഇതിന് സഹായ സന്നദ്ധ അറിയിച്ച് അവിടേക്ക് എത്തിയെങ്കിലും വിവിധ രാജ്യങ്ങൾ സേവനം വാഗ്ദാനം ചെയ്തുവെങ്കിലും അവിടുത്തെ സിസ്റ്റത്തിന്, അവിടുത്തെ ഗവൺമെന്റിന് ഒരു ദുരന്ത നിവാരണത്തിൽ പാളിച്ചുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജനങ്ങൾ അവർക്ക് അർഹമായ അവർക്ക് അർഹമായ ദുരന്ത നിവാരണത്തിന് അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ലഭിച്ചില്ല എന്നും അവർക്ക് വളരെയേറെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നും അവരുടെ മൗലിക അവകാശങ്ങളും അവരുടെ ഭക്ഷണം അടക്കമുള്ള ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങി അത് ഒട്ടേറെ നാൾ അവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിലെ ഒരു പ്രാവീണ്യം ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രധാനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കത് തീരെ അന്യമല്ല. നമ്മൾ എവിടെ ചെന്നാലും ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ആവശ്യമുണ്ടാവും. ഇപ്പോൾ മറ്റു വിദേശ രാജ്യത്താണെങ്കിലും ജോലിക്ക് ആവശ്യമായി മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങളുടെ സന്നദ്ധ സേന വഴി നിങ്ങളുടെ സംസ്ഥാനവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ വഴി നിങ്ങളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തുള്ള ആളുകളുടെ ദുരന്ത നിവാരണത്തിനായി പ്രവർത്തിക്കാനും സാധിക്കും. സന്നദ്ധ സേനയിലെ ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ഓണാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. NSSന്റെ പ്രവർത്തകരായ നിങ്ങൾ എല്ലാവരും തന്നെ സന്നദ്ധ സേനയിൽ രജിസ്റ്റർ ചെയ്ത് പ്രീ മൺസൂൺ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ അത് അത്രത്തോളം ഉപകാരപ്രദമായിരിക്കും, ഒരു സേവനമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. ഇത് ഞങ്ങളുടെ മെയിൽ ID ആണ്, ഫോൺ നമ്പറും ഉണ്ട്. എന്റെയും ആരിഫിന്റെയും കോൺടാക്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറർ ഒക്കർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. ഒരുപാട് പേർക്ക് എന്തെങ്കിലും ഇറർ ഒക്കർ ചെയ്യുകയാണെങ്കിൽ, ഒരേ ഇറർ ഒരുപാട് പേർക്ക് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങളുടെ കൺവീനേഴ്സ് വഴി ഞങ്ങൾ സന്നദ്ധ സേനയെ അറിയിക്കാം. അഥവാ നിങ്ങൾ താല്പര്യരാണ് എങ്കിലും കോവിഡിന്റെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സന്നദ്ധ സേനയുടെ ട്രെയിനിങ് പൂർത്തീകരിക്കുന്ന പക്ഷം ഞങ്ങളൊരു ഗൂഗിൾ ഫോം തരുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്ത് അയക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും സംശയങ്ങളോ സന്നദ്ധ സേനയുടെ പ്രവർത്തനത്തെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൽ ID വെച്ച് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.